ജൂലൈ 1-ാം തീയതി മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടു. VSനെ സ്വസ്ഥമായി മരിക്കാൻ അനുവദിക്കുക, വെന്റിലേറ്ററിലിട്ട് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞ് ശ്രീ സാഗൻ സക്രിയയുടെ ചില കണ്ടെത്തലുകൾ കണ്ടു. ഇതിൻ്റെ പ്രായം കണക്കിലെടുത്ത് സാജൻ സക്രിയ പറയുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്, ഡയാലിസിസ് ചെയ്യിപ്പിക്കരുത് എന്നെല്ലാമാണ്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് മരുന്നിനോട് പ്രതികരിക്കുന്നുവെന്ന്. മരുന്നിനോട് പ്രതികരിക്കുന്ന ഒരാളെ സ്വയം മരണത്തിലേക്ക് വിട്ടുകൊടുക്കുന്നതിൽ പകരം അവർ ചികിത്സിക്കുന്നതിൽ എന്താണ് തെറ്റ്? മരുന്നിനോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ സാജൻ സക്രിയ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാം. പക്ഷേ ഇവിടെ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടല്ലോ. പിന്നെ വയസ്സിൻ്റെ കണക്കെടുത്തിട്ടൊന്നും ഒരാളെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ പറ്റുമോ? 101 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർക്ക് അദ്ദേഹത്തെ മരണത്തിന് വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? മീഡിയ ചാനലുകളെല്ലാം ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മുൻപിലാണെന്ന് വേണമെങ്കിൽ പറയാം. കൃത്യ എക്സ്ക്ലൂസീവ് ന്യൂസിന് വേണ്ടി കാത്തിരിക്കുന്ന മീഡിയാസാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. എല്ലാം ഓരോ മണിക്കൂർ കൂടുമ്പോഴും VSൻ്റെ അപ്ഡേറ്റ്സുകൾ അവർ പബ്ലിഷ് ചെയ്യുന്നു. ഇതെല്ലാം എന്തിനാണ്? മീഡിയാസിൻ്റെ ഡ്യൂട്ടി ചെയ്യുക. ഒരാൾ ഹോസ്പിറ്റലിലാന്ന് വിചാരിച്ചിട്ട് ഏത് നിമിഷം നോക്കിയാലും VS ഗുരുതരാവസ്ഥയിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. വേറെ എത്ര ന്യൂസുകളുണ്ട്. അതല്ലാതെ ഇതിലെന്താണ് അവർക്ക് ഇത്ര താല്പര്യം? എല്ലാം ആദ്യം ആരും ന്യൂസ് കൊടുക്കുന്നുള്ള എക്സ്ക്ലൂസീവിന് വേണ്ടി മാത്രം.